തിരുവമ്പാടി ശിവസുന്ദർ. ഓരോ ചുവടിലും വഴിഞ്ഞൊഴുകുന്ന ഭാവഗാംഭീര്യം. ഒരിക്കൽ ആ മുഖത്തേക്കൊന്ന് കണ്ണയച്ചാൽ പിന്നെ തിരിച്ചെടുക്കാനാവാത്ത വിധം ഏതൊരാളുടെയും കാഴ്ചയെ വശീകരിച്ചാകർഷിക്കുന്ന വിസ്മയ തേജസ്. കോടനാട് ആനക്കളരിയുടെ എക്കാലത്തെയും മികച്ച ആനച്ചന്തങ്ങളിൽ പ്രഥമ ഗണനീയനാണ് തിരുവമ്പാടി ശിവസുന്ദർ. കൂട്ടം തെറ്റി വാരിക്കുഴിയിൽ വീണ പെറ്റമ്മയുടെ ജീവിതത്തിന് പകരമായി സ്വന്തം ജീവിതം ദാനം ചെയ്ത് മനുഷ്യർക്കിടയിലേക്ക് കടന്നുവന്ന ആനക്കുട്ടിയുടെ ത്യാഗത്തിൽ നിന്നുമാണ് ശിവസുന്ദറിന്റെ ജീവിതഗാഥകൾ ആരംഭിക്കുന്നത്. നാട്ടാന ജീവിതത്തിൽ നിന്നും ഒരിക്കൽ കാട് കയറിപ്പോയിട്ട് പിന്നെയും മനുഷ്യരെ തേടി ഉടമയെ തേടി വന്നവൻ എന്ന സവിശേഷതയും ശിവസുന്ദറിനുണ്ട്. പൂക്കോടൻ ഫ്രാൻസിസ് എന്ന ആന ഉടമയുടെ സ്വന്തമായിരുന്ന പൂക്കോടൻ ശിവനാണ് പിന്നീട് തിരുവമ്പാടി ചന്ദ്രശേഖരന്റെ പിൻഗാമിയായി തിരുവമ്പാടി തട്ടകത്തിന്റെ അമരക്കാരനായി പൂരത്തിടം ഏറ്റുവാങ്ങി ജനകോടികളുടെ നെഞ്ചകത്ത് ഇടം പിടിച്ചത്. പ്രമുഖരും പ്രശസ്തരുമായ ഒട്ടേറെ പേർ കണ്ണെറിഞ്ഞിട്ടും വിലപേശിയിട്ടും ഒരിക്കലും കൈവിട്ട് കളയില്ലെന്ന് പൂക്കോടൻ ഫ്രാൻസിസ് വാശി പിടിച്ചിരുന്ന ശിവനെ തിരുവമ്പാടി തട്ടകക്കാരനും ഗൾഫിലെ വ്യവസായ പ്രമുഖനുമായ ടി.എ. സുന്ദർ മേനോനാണ് അന്നുവരെ ഒരാനയ്ക്ക് ലഭിച്ചിട്ടുള്ളതിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ വിലയായ 28 ലക്ഷം രൂപയ്ക്ക് വാങ്ങി തിരുവമ്പാടി ക്ഷേത്രത്തിൽ നടക്കിരുത്തിയത്. പൂക്കോടൻ ശിവനിലെ ശിവനെ നിലനിർത്തിക്കൊണ്ടും കിട്ടാക്കനിയെ തിരുവമ്പാടിയുടെ സ്വകാര്യ അഹങ്കാരമാക്കി മാറ്റിയ സുന്ദർ മേനോന്റെ സുന്ദറെ സ്വീകരിച്ചുകൊണ്ടും അന്നു മുതൽ ഇവൻ തിരുവമ്പാടി ശിവസുന്ദറായി മാറി. കേരളത്തിൽ ഇന്നുള്ളതിൽ ഏറ്റവും ഗാംഭീര്യവും ലക്ഷണ തികവുകളും പിന്നെ എഴുന്നള്ളിപ്പാനയ്ക്ക് വേണ്ട ഉയരത്തികവും ഒന്നിനൊന്ന് ചേരുംപടി ചേർന്നിട്ടുള്ള ഗജസമ്രാട്ട് ആരെന്ന് ചോദിച്ചാൽ അത് ശിവസുന്ദർ തന്നെ.